ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്തവണത്തെ ഈദിന് ചെറിയൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പതിവിലും വിപരീതമായിട്ട് ഞാൻ തലേ ദിവസം ഉച്ചയായപ്പോൾ തന്നെ മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ രാത്രിയാണ് ഇടാറ്. ഇത്തവണത്തെ ഈദിന് നമ്മൾ ഷെറിക്കാക്കാൻ്റെ വീട്ടിൽ, എൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്ടിലാണ് പോണത്. അപ്പോൾ അതാ ഞാൻ കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മലപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കോഴിക്കോടാണ് കേട്ടോ നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം അന്ന് നോമ്പാണല്ലോ, അപ്പോൾ വഴിയിൽ നിന്ന് നോമ്പൊക്കെ തുറന്നിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. മലപ്പുറത്ത് പോവാണ്. ഇത്തവണത്തെ ഈദിന് നമ്മൾ ഷെറിക്കാക്കാൻ, അതായത് വലിയ ബ്രദറിൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടുന്നത്. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പം നോമ്പ് തുറക്കണം, വഴിയിൽ നിന്ന് നോമ്പ് തുറക്കണം. ഇപ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ. നഖത്തിലും കയ്യിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാത്രി ലേറ്റ് ആകുമ്പോൾ പിന്നെ ഇടാനും മടിയാവും. എന്നാൽ ഇടാതെ രാവിലെ എഴുതിക്കുമ്പോൾ സങ്കടം വയ്ക്കാറ്. അപ്പം എന്തായാലും ആ പണി നേരത്തെ തന്നെ കഴിച്ചു. സ്റ്റെയിനൊന്നും വന്നിട്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. കോഴിക്കോടാണുള്ളത്. നമ്മൾ ഫുൾ പാക്കപ്പ് ചെയ്തിട്ട് ഞായറാഴ്ചയാണ് തിരിച്ച് മലപ്പുറത്തേക്ക് പോവുക. അപ്പം അതിന് മുന്നേ ഒന്ന് പോയിട്ട് നാളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. കൊടുത്തോ? അങ്ങനെ നമ്മൾ നോമ്പും തുറന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്തവണ എല്ലാവരും, എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിന് വലിയ ബ്രദറും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ അങ്ങനെ കൂടാൻ വിചാരിച്ചു. പിന്നെ അസ്കർ ഖാൻ്റെ പാരൻസ് ഒന്നും ഇവിടെ നാട്ടിലില്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെ അവിടെ ഈദാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അവിടെ വീട്ടിലെത്തി. അതീവ കുട്ടിക്ക് ഷംസി മൈലാഞ്ചി കയ്യിലിട്ട് കൊടുത്തപ്പോൾ അങ്ങനെ ഉറങ്ങിയതാണ് കേട്ടോ. ഉമ്മ അതവിടെ പായസം പണിയിലാണ്. അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ലിയാൻ ബേബി ഉറങ്ങി എണീറ്റതാണ്, അതുകൊണ്ട് നല്ല മൂഡിലൊന്നുമല്ല. ഞാൻ മോളിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കയ്യിൽ ഞാനും ഇട്ട് കൊടുത്തു, ഒരു കയ്യിൽ ഷംസി ഇട്ട് കൊടുത്തു.
പിന്നെ അതാ ദിവക്കുട്ടിൻ്റെ 2 കൈയിലും ഫുള്ള് മൈലാഞ്ചിട്ടിട്ട് വീണ്ടും മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നഖത്തിലും അതുപോലെ കാലിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. കല്യാണാണ്. നീ നോക്കാം, നീ കൈ ഇങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് മൈലാഞ്ചി കെട്ട് കൊടുക്കുന്ന സമയത്താണ് ഇതാ ഫെമിം ഷെജിക്കാക്കിയും ഒക്കെ വന്നത്, മക്കളൊക്കെ വന്നത്. എല്ലാരും വ്ളോഗിങ്. രാത്രി കിടക്കാൻ നേരത്ത് വലത്തെ കയ്യിലും കൂടെ ഷേസനെ കൊണ്ട് മൈലാഞ്ചി ഇടിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ചെറിയ ബ്രദർ വന്നപ്പം ബൺ ക്ലബ്ബത്തെ ക്രീം ബന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാൻ കഴിക്കൂല വിചാരിച്ചതാണ്, പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ അതും കഴിച്ചു. ഇപ്പോൾ സമയം രാത്രി 1 മണിയാണ് കേട്ടോ. കുറച്ച് പേര് അപ്പോൾ ഉണർന്ന് നിൽക്കണുള്ളായിരുന്നു. അപ്പോൾ ഉണർന്ന് നിന്നവരൊക്കെ അത് കണ്ടപ്പോൾ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ എണീറ്റ് മൈലാഞ്ചിയൊക്കെ കളഞ്ഞു. അപ്പം നമുക്ക് 7:15 ഈദ്ഗാഹ്. അപ്പോഴത്തേക്കും വേഗം കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ. ഇത് ഈദ് മുബാറക് ഗൈസ്, ഈദ് മുബാറക്. ഈദിന് ഞാനും ഷേസയും വെയർ ചെയ്തിട്ടുള്ളത് അനോക് ക്ലോത്തിങ്ങിൻ്റെ, അതായത് ഞങ്ങളെ തന്നെ ഓൺ ബ്രാൻഡായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെയും ബ്രാൻഡാണ് കേട്ടോ അനോക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള സൽവാറാണ് നമ്മൾ വെയർ ചെയ്തിട്ടുള്ളത്. ഇതാ ഷേസിൻ്റെത്. ഈദ് മുബാറക്. ഫോൺ എടുത്തിട്ടുള്ളൂ. ആയിക്കൂടി വരുമോ? അപ്പോൾ ഓരോരുത്തരും ഓരോരോ കാറിലായിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഒരു 7 മണി ആവണേൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇറങ്ങി. 7:15 ഈദ്ഗാഹ്. നമ്പർ ഈ 2 കാറുകൾ മോശക്കാരനാണ്, അവൻ ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞ് അവന് മോശമക്കാരനായി ഈദ് മുബാറക്. ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എല്ലാവരും ഇതാ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. മുബാറക്. ലിയാനെ മടി കൊടുക്കേ. അതിവനെ ഷെസിന്റെയും ഉമ്മാന്റെയും നടുവില്.
എങ്ങോട്ടീ പോണത്? ഞങ്ങൾ മക്കളും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൂടെ ഫോട്ടോ എടുത്തപ്പോൾ ടീം മരുമക്കൾസും ഇതാ ഫോട്ടോ എടുക്കണ്. ഫെമി കൊടുക്കുന്ന ബഫ്ലറ്റ്. ഫോട്ടോ ഒക്കെ എടുത്ത ക്ഷീണം മാറ്റാനിതാ ഫെമി തലേദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അഫ്ലട്ടൂൺ ഒരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ് എല്ലാവരും. അതൊക്കെ ബോയ്സ് ഇടും. എനിക്ക് ആ പീസ് വേണ്ട, എനിക്ക് അടുത്ത പീസ് ഞാൻ കൊറേ കയ്യും കാണിച്ച് എടുക്കാൻ കുറച്ച് മോശമാണെന്ന് വീണ്ടും ഞാൻ നിലവിള കൊടുത്ത അഫ്ലത്തൂൻ ബഫ് ഇതിന്റെ ടേസ്റ്റ് ബസ്ബൂസ ഫുഡ് കൊണ്ടുവരാൻ പോവുകയാണ്. കുട്ടികളെല്ലാവരും ഇതാ ഈ ഒരു റൂമിൽ കിടന്നിട്ട് സീലിങ്ങിൻ്റെ മുകളിലേക്ക് പ്രൊജക്ടർ ഓണാക്കി വെച്ചിട്ട് ഇതാ നെറ്റ്ഫ്ലിക്സ് കാണാണ് കേട്ടോ. ഇതിന്റെ ക്ലിയർ ഇല്ലാത്ത ഡോർ അടക്കായിട്ടാ. നിങ്ങളിപ്പോ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കും, ലിയാൻ ബേബിനെ ഉറക്കാൻ പോവാ. അങ്ങനെ ഇതാ മന പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റിന്ന് ഫസ്റ്റിലേക്ക് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. സ്വീറ്റ്സൊക്കെ ആദ്യം കഴിച്ച് പിന്നെയാണ് മെയിൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ചെമ്പുകൾക്കിടയിലൂടെ ഞങ്ങൾ കഴിക്കുന്നു. അപ്പം ഞങ്ങൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു പെരുന്നാൾ ഉറക്കമൊക്കെ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കോഴിക്കോടും പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈദ് വിശേഷങ്ങൾ.